വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്ത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്യൂർ കിട്ടുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് സെർവൈക്കൽ ക്യാൻസർ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് എനിക്ക് സെർവൈക്കൽ ക്യാൻസറിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ വായിക്കായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എനിക്കിങ്ങനെ ഫീൽ ചെയ്തത്, ലൈക്ക് ഈ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സോ ഇന്ന് സെർവൈക്കൽ ക്യാൻസറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം കോമൺ തന്നെയാണിത്. ഇതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള മറ്റൊരു ക്യാൻസറാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് നമുക്കിപ്പോൾ എന്താ പറയുക, കുറച്ച് ദുർഗന്ധവും പിന്നെ പഴുപ്പൊക്കെ കലർന്നിട്ടുള്ള വെള്ളപ്പോക്കുണ്ടല്ലോ, അതൊരു ലക്ഷണമാണ്. പിന്നെ അതുപോലെ തന്നെ രക്തസ്രാവം ഒരു ലക്ഷണമാണ്. രക്തസ്രാവം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ മാസമുറ ഉണ്ടല്ലോ, 2 മാസമുറ അല്ലെങ്കിൽ 2 പീരീഡ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ സമയത്തും ബ്ലീഡിങ് വരിക, അതായത് ഇറഗുലർ ബ്ലീഡിങ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്, അതായത് ഇപ്പോൾ മാസമുറ കഴിഞ്ഞ സ്ത്രീകൾ, അതായത് അങ്ങനെയുള്ള സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ അവരിൽ വരുന്ന രക്തസ്രാവം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് ഈ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും രക്തസ്രാവം ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കേസസ്. പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും യൂറിനറി സിസ്റ്റത്തിനെ ബാധിച്ചിട്ടുള്ള സിംറ്റംസ് വരുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ പറയുക, ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാൻ തോന്നുക, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ എന്താ പറയുക യൂറിനറി ഇൻഫെക്ഷൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് വരിക, അങ്ങനെയൊക്കെ പറയുന്ന സിംറ്റംസ്. പിന്നെ അതല്ലാതെ ഇപ്പോൾ നമ്മുടെ ഈ രക്തത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് വരാം. പിന്നെ അതല്ലാതെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അടിവയറിൽ അസഹനീയമായിട്ടുള്ള വേദന വരാം. പൊതുവെ നമുക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡോക്ടറെ അടുത്ത് പോകുന്നു. ഡോക്ടർ അതിനുള്ള ഡയഗ്നോസിസ് ചെയ്യുന്നു, അതായത് നമുക്ക് അങ്ങനെയുള്ള കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. ഇൻ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട്, ഇപ്പോൾ ആദ്യ സ്റ്റേജുകളിലാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ആ പേഷ്യൻസ് 3-മത്തെയോ അല്ലെങ്കിൽ 4-മത്തെയോ സ്റ്റേജിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ് അത്രത്തോളം കുറയും. അതായത് നമുക്കിപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലോ സെക്കൻഡ് സ്റ്റേജിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ 3rd സ്റ്റേജ് 4th സ്റ്റേജ് എന്ന് പറയുമ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിനൊരു എഫക്റ്റീവ്നെസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിന് നമുക്കൊരു പ്രതിവിധിയില്ലേ, അത് രോഗലക്ഷണം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വലിയൊരു സ്റ്റേജിലാണ് നമ്മളെങ്കിൽ നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും. അതിനൊരു മാർഗ്ഗമുണ്ട്. ആ മാർഗ്ഗം ഞാൻ ഇനി ഉടനെ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നതെന്ന കാര്യം പറയാം. അതിനെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ടാകും. പക്ഷേ ഇതിന് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊതുവേ നമുക്ക് ഏതെങ്കിലും ഒരു അവയവത്തിൽ ക്യാൻസർ ബാധിക്കുകയെന്നുണ്ടെങ്കിൽ അതിനുള്ള മെയിനായിട്ടുള്ള കോസ്, അതായത് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മിക്കവാറും ജനറ്റിക് എന്ന് പറയാൻ പറ്റും. അതായത് ഫാമിലിയിൽ എന്താ പറയുക, ആളുടെ മുന്നേ ഉള്ള ജനറേഷനിലുള്ള ആൾക്കാരിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിബ്ലിങ്സിന് ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിലൊക്കെ വരാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, പൊതുവെയുള്ള സാധാരണ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ പുകവലി, മദ്യപാനം, അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഈ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിന് മെയിനായിട്ടുള്ള കോസ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഈ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു വൈറസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഒരു വൈറസ് കാരണം ഉണ്ടാകുന്നതിനാണ്. ആ വൈറസ് എന്ന് പറയുന്നതിൻ്റെ പേരാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഈ വൈറസാണ് ശരിക്കും പറഞ്ഞാൽ സെർവൈക്കൽ ക്യാൻസറിൻ്റെ പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഈ സെർവൈക്കൽ ക്യാൻസർ മാത്രം വരുത്തുന്ന ഒരു വൈറസ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ വാട്ട്സ് ഉണ്ടല്ലോ, ഈ അരിമ്പാറയൊക്കെ പോലെ, അത് പലരിലും എന്താ പറയുക, പലരിലും കാണപ്പെടുന്ന ഒരു കാര്യം തന്നെയല്ലേ. ഈ വാട്ട്സ് എന്ന് പറയുന്ന കാര്യവും മിക്കപ്പോഴും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 90% സ്ത്രീകളിൽ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നാളുകൾക്ക് ശേഷം കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഇല്ലാണ്ടാക്കി കളയാനായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പറ്റും. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഒരു 15% ആളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇല്ലാണ്ടാക്കി കളയാനുള്ള പവർ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വന്നിട്ട് അവരുടെ സെർവിക്സിൽ ചെന്നിട്ട് ആ സെർവിക്സിലെ കോശങ്ങളുണ്ടല്ലോ, സെൽസ്, ആ സെൽസിൽ ക്യാൻസറസ് ആയിട്ടുള്ള
ചേഞ്ചസ് ഉണ്ടാക്കും. അത് പതിയെ ക്യാൻസറായിട്ട് മാറുമായിരിക്കും ചെയ്യുക. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സെർവൈക്കൽ ക്യാൻസറിന് കാരണമാവുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എങ്ങനെ നമ്മുടെ എന്താ പറയുക ബോഡിയിൽ കയറിപ്പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഉണ്ടാവുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. അതായത് സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയാണ് ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് അൺസേഫ് ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസൊക്കെ വഴിയൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് വരിക. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെർവൈക്കൽ ക്യാൻസറിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയിൽ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ക്യാൻസർ ഉണ്ടാവുന്നതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് പറയുമല്ലോ, അതെല്ലാം കാരണം വരാം. അതായത് ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും ഒരു 50 വയസ്സിന് മേലെയുള്ള സ്ത്രീകളിലായിരിക്കും നമ്മൾ കാണപ്പെടുക. പക്ഷെ ഒരു 35-40 ആ ഒരു വയസ്സിലുള്ള ആൾക്കാരിലും വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ വേറെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂഷ്വലി പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് ഇപ്പോൾ വണ്ണം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കാരണം, പിന്നെ അതല്ലാതെ സ്മോക്കിംഗ്, പുകവലി, മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇതിന് കാരണമായിട്ട് വരും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന കാര്യമാണ്. പ്രതിരോധം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏതൊരു രോഗം എടുത്തു കഴിഞ്ഞാലും നമുക്കതിപ്പോൾ ആദ്യം നമുക്ക് ഈ എന്താണോ ഇതിനിപ്പോൾ കാരണം, ഈ രോഗത്തിന് കാരണമായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവുമല്ലോ, ആ കാര്യം വരുന്നതിന് മുന്നേ നമുക്ക് പ്രതിരോധിക്കുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഈ കാരണം ഉണ്ടായി കഴിഞ്ഞു പക്ഷേ രോഗം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുന്നത് രണ്ടാമത്തെ ഒരു മാർഗ്ഗമായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ നമുക്കിതിൽ ആദ്യം ഞാൻ പറഞ്ഞ മാർഗ്ഗം ഉണ്ടല്ലോ, അതായത് കാരണവും ഉണ്ടായിട്ടില്ല. അതായത് ഇവിടെ കാരണം എന്ന് പറയുന്നത് മെയിനായിട്ട് HPV വൈറസാണ്, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. ഈ വൈറസ് ഉണ്ടായിട്ടില്ല, അതായത് വൈറസുമായിട്ടുള്ള എക്സ്പോഷർ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോൾ മേ ബി എന്താ പറയുക മാരീഡ് അല്ലാത്ത ആളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഈ സെക്ഷൽ കോണ്ടാക്റ്റിന് മുന്നേ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാർഗ്ഗം വാക്സിനേഷനാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പോളിയോ എന്ന് പറയുന്ന വൈറസ് അത്യാവശ്യം എന്താ പറയുക നമ്മുടെ ഇന്ത്യയിൽ പോളിയോയുടെ ഒരുപാട് കേസസ് ഉണ്ടായിരുന്നു. പോളിയോ എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു 2014 ശേഷം ഇന്ത്യ വന്നിട്ട് പോളിയോ വിമുക്തമായിട്ട് സർട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണ്, അതെങ്ങനെ പോസിബിളായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമായത് വാക്സിനേഷനാണ്. കറക്റ്റായിട്ടുള്ള വാക്സിൻ എടുത്തത് കാരണമാണ് ഇപ്പോൾ പോളിയോ നമ്മുടെ നാട്ടിലില്ലാത്തത്. അപ്പോൾ അതുപോലെ HPV വൈറസിൻ്റെ ഇൻഫെക്ഷൻ ബാധിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത് വാക്സിനേഷൻ തന്നെയാണ്. പക്ഷേ ഈ വാക്സിനേഷനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്സിനേഷൻ ഇപ്പോൾ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല, നമ്മളത് കാശ് കൊടുത്ത് എടുക്കേണ്ടി വരും എന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുക്കുന്നതിന് ഒരു പ്രായപരിധിയുണ്ട്. അതായത് 9 തൊട്ട് 13 വയസ്സിനിടയിൽ വേണം ഈ വാക്സിൻ എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് 2 ഡോസ് എടുത്താൽ മതി. അതായത് ഇപ്പോൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനി 6ാമത്തെ മാസത്തിലും കൂടെ ഈ വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ടാവും. പിന്നെ ഇൻ കേസ് ഇപ്പോൾ ഇതിനിപ്പോൾ ഈ സമയത്തിനിടയിൽ നമ്മൾ എടുക്കുക എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാകുന്നതിന് മുന്നേ ഇതെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്കിലായിരിക്കും ഒരുപാട് എഫക്റ്റീവായിട്ട് വരാം. അതായത് മാരേജ് ചെയ്യുന്നതിന് മുന്നേ ഒക്കെ നമുക്ക് എടുക്കാനൊക്കെ വിധത്തിലാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26 വയസ്സിനിടയിലുള്ള സ്ത്രീകളിലും നമുക്ക് വേണമെങ്കിൽ ഈ വാക്സിൻ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ 9 തൊട്ട് 13 വയസ്സിനിടയിൽ നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ അതിനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കപ്പോൾ 3 ഡോസ് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം എടുക്കുക, പിന്നെ 6ാം മാസത്തിലും കൂടെ എടുക്കേണ്ടി വരും. പക്ഷേ ഇതിനെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം പറഞ്ഞതിൻ്റെ അത്രയും ഇഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല, ബട്ട് ഇഫക്റ്റീവാണ്. ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ 2 സമയത്തും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 45 വയസ്സിനിടയിലും നമുക്ക് ഈ വാക്സിൻ എടുക്കാം. പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കുറവ് തന്നെയാണ്. അപ്പം മറ്റതിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവ് തന്നെയാണ്. പക്ഷെ നമുക്ക് എടുക്കാം. 45 വയസ്സിന് മുകളിലുള്ളവരിൽ ഈ വാക്സിൻ അങ്ങനെ എടുക്കലില്ല. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാക്സിൻ എടുത്തിട്ടില്ല, മാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, വാക്സിൻ എടുത്തിട്ടില്ല, വേണമെങ്കിൽ 45 വയസ്സിന് മുന്നേ ആണെങ്കിൽ നമുക്ക് വാക്സിൻ എടുക്കാം. പക്ഷേ ഇല്ല, നമ്മൾ വാക്സിൻ എടുത്തിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ 45 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി എക്സ്പോസ്ഡ് ആണല്ലോ, അപ്പോൾ ആ സമയത്ത് ഈ വൈറസ് വന്നിട്ട് എക്സ്പോസ്ഡും ആയി പക്ഷേ രോഗം വന്നിട്ടുമില്ല, ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് പാപ്സ്മിയർ ടെസ്റ്റിംഗ് ആണ്. പാപ്സ്മിയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ HPV രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് ഈ പാപ്സ്മിയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാപ്സ്മിയർ എന്ന് പറയുമ്പോഴത്തേക്കും സെർവിക്സിലുള്ള കോശങ്ങളെ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്.
ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തിലൊരിക്കലും നമ്മൾ ഈ പാപ്പ് സ്മിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ HPV വൈറസ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് എങ്കിൽ ഉടനെ അത് സെർവൈക്കൽ ക്യാൻസറായിട്ട് മാറില്ല. അത് സെർവൈക്കൽ ക്യാൻസറാക്കി മാറ്റാനായിട്ട് ഒരു 10-20 വർഷമെങ്കിലും എടുക്കും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഓരോ 5 വർഷം തോറും ഒരു മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ സ്ക്രീൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതിന് നേരത്തെ തന്നെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഈ സെർവിക്സിലെ കോശങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയും നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ സെർവൈക്കൽ ക്യാൻസറിന് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ 5 വർഷത്തിലും മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ സ്ക്രീൻ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ 30 വയസ്സിന് മേലെയുള്ള എല്ലാവരും അങ്ങനെ സ്ക്രീൻ ചെയ്യണം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇനി ഇതല്ലാതെ വേറൊരു സ്ക്രീനിങ് മെത്തേഡ് എന്ന് പറയുന്നത് HPV DNA ടെസ്റ്റിംഗ് ആണ്. ഈ HPV വൈറസ് ഉണ്ടാക്കുന്നത് സെർവൈക്കൽ ക്യാൻസർ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ അരിമ്പാറ പോലുള്ള കാര്യങ്ങളും ഒക്കെ HPV വൈറസ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ അതല്ലാതെ ഓറൽ ക്യാൻസർ, പിന്നെ അതല്ലാതെ ഇപ്പോൾ ആണുങ്ങളിൽ പുരുഷന്മാരിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെനൈൽ ക്യാൻസർ, അതിനുമൊക്കെ ഈ HPV വൈറസ് കാരണമാവലുണ്ട്. ഇതൊക്കെ തന്നെയാണ് സെർവൈക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ ഇനി നമുക്ക് ഇവരെ എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിലൊന്നെന്ന് പറയുമ്പോൾ എന്താണ് ഡെഫിനറ്റ്ലി പാപ്പ് സ്മിയർ. പിന്നെ അതല്ലാതെ ചെയ്യുന്ന വേറൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ HPV DNA. ഇതല്ലാതെ നമുക്ക് ബയോപ്സി എടുത്ത് നോക്കാം, അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കാം, പിന്നെ CT MRI ഒക്കെ പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? അത് എസ്ട്രക്ടമി ചെയ്യാം. പിന്നെ അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി, ഹോർമോൺ തെറാപ്പി, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ട്രീറ്റ്മെൻറ്റ് മാർഗ്ഗങ്ങളുണ്ട് വേറെ ക്യാൻസറിനെ പോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഗ്നോസിസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എത്ര വേഗം നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാനും ക്യൂർ ചെയ്യാനും പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഇനി സെർവൈക്കൽ ക്യാൻസറിനെ പറ്റിയും HPV വൈറസിനെ പറ്റിയും ചില മിത്സ് ഉണ്ട്. ആ മിത്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം സെർവൈക്കൽ ക്യാൻസർ അത്ര ഡേഞ്ചറസ് ഒന്നും അല്ല എന്നുള്ളത്. ഡെഫിനറ്റ്ലി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. അത് നമ്മൾ മിക്കവാറും കണ്ടെത്തുമ്പോൾ തന്നെ ഒരുപാട് 3rd സ്റ്റേജിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. പിന്നെ ആണുങ്ങളിൽ HPV വൈറസ് ബാധിക്കില്ല എന്ന് പറയുന്ന ഒരു മിത്തുണ്ട്. ഡെഫിനറ്റ്ലി അവരിൽ ബാധിക്കലുണ്ട്. എന്തായാലും സെർവൈക്കൽ ക്യാൻസർ വരില്ല. പക്ഷെ അതല്ലാതെ ലൈക്ക് പെനൈൽ ക്യാൻസറൊക്കെ പോലുള്ള കണ്ടീഷൻസ് വരാം. പിന്നെ ഓറൽ ക്യാൻസറും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതല്ലാതെ വേറൊരു മിത്തെന്ന് പറയുന്നത് ഈ വാക്സിനേഷൻ ഉണ്ടല്ലോ, HPV വാക്സിൻ. ഈ HPV വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ക്യാൻസർ ടെസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ക്യാൻസർ ഉണ്ടാവില്ല എന്ന മിത്ത്. ശരിക്കും പറഞ്ഞാൽ HPV വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ വേറെ കോവിഡിൻ്റെ സ്ട്രെയിൻ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കോവിഡ് ബാധിക്കലില്ലേ. അതുപോലെ നമുക്ക് HPVയുടെ കാര്യവും നമുക്ക് അത്രയ്ക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ സ്റ്റിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 വർഷത്തിലൊരിക്കൽ പാപ്പ് സ്മിയർ എടുക്കുക എന്ന് പറയുന്നത് HPV വാക്സിൻ എടുത്ത് കഴിഞ്ഞാലും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്ത വേറൊരു മിത്തെന്ന് പറയുന്നത് ഒരുപാട് 50 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഇത് വരുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയല്ല. ഇതിപ്പോൾ 35-40 വയസ്സുള്ളവർക്കും വരലുണ്ട്. ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ട് ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ HPV വൈറസ് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 10 തൊട്ട് 30 വർഷത്തിനിടയിലൊക്കെ ഈ ഇൻഫെക്ഷൻ വരാം, ഈ സെർവൈക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ മാരി ചെയ്ത ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ വരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. നമുക്കിതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ കറക്റ്റ് രീതിയിൽ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു കാര്യം, സെർവൈക്കൽ ക്യാൻസർ ഹെറിഡിറ്ററി ആണ്, അതായത് ജനറ്റിക് ആയിട്ടാണ് വരുന്നത്. അല്ല, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വൈറലായിട്ടാണ് യൂഷ്വലി ഒരുപാട് കേസസ് ഓഫ് സെർവൈക്കൽ ക്യാൻസറും വരലുള്ളത്. ഈ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ കറക്റ്റായിട്ട് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് മാർഗ്ഗമുള്ളൂ. കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്യൂർ കിട്ടുന്നൊരു കണ്ടീഷൻ തന്നെയാണ് സെർവൈക്കൽ ക്യാൻസറും. സോ ഇതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കുറവാണ് എന്ന കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യം. നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ പല ക്യാൻസറും നോക്കിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് ജനറ്റിക് ആയിട്ടും ഒക്കെ ആയിരിക്കും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വാക്സിൻ എടുക്കാം. വാക്സിൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പാപ്പ് സ്മിയർ ടെസ്റ്റ് ചെയ്യാം. 5 വർഷത്തിലൊരിക്കലുള്ള പാപ്പ് സ്മിയർ ടെസ്റ്റ് കറക്റ്റായിട്ട് ചെയ്തു വന്നാൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും.
ഇത് തന്നെയാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക്ക്. ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.